ടി വി എസിൻ്റെ ഒരു ബാർകോഡ് ലേബൽ പ്രിൻ്റർ LP46 ഡീലക്സ് എന്ന് പറയുന്ന മോഡലിൽ എങ്ങനെ നമുക്ക് റിബൺ ഇൻസ്റ്റാളേഷൻ, സ്റ്റിക്കർ ഇൻസ്റ്റാളേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു റിബൺ, അതുപോലെ തന്നെ ഇതിൻ്റെ ലേബൽ, സ്റ്റിക്കർ റോള്, റിബൺ ലോഡ് ചെയ്യാൻ വേണ്ടി 2 സ്റ്റിക്ക്, അത് നമുക്ക് സ്റ്റിക്കർ ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റിക്കും അതിൻ്റെ ലോക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് സ്റ്റിക്ക് വരുന്നത് നമുക്ക് റിബൺ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് ഒരെണ്ണത്തിൽ നമ്മൾ ഈ കോറ് കയറ്റി വെക്കുന്നു, രണ്ടാമത്തതിൽ നമ്മൾ റിബൺ ലോഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് പ്രിൻ്റർ ഓപ്പൺ ചെയ്യാം, 2 സൈഡിൽ പ്രസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു പുഷ് ബട്ടൺ കാണാൻ സാധിക്കും, പ്രസ് ചെയ്യാം, ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇത് നമ്മൾ ഫസ്റ്റ് ഈ കോറോട് കൂടിയുള്ള സ്റ്റിക്ക്, ഇവിടെ സ്പ്രിങ് പോലെ ഒരു ആക്ഷൻ കാണാം. ജസ്റ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലെഫ്റ്റിൽ ശരിക്കും ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. എനിക്ക് നമ്മൾ റിബൺ ഇൻസേർട്ട് ചെയ്യണം. ഇതിൻ്റെ അറ്റം ഈ ഒരു മാനറിൽ നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇങ്ങനെയാണ് വരേണ്ടത്. ഫസ്റ്റ് റൈറ്റ് സൈഡ് സ്പ്രിങ് ആക്ഷൻ കയറ്റാം, ശേഷം ലെഫ്റ്റ് സൈഡിൽ ലോക്ക് ചെയ്യാം. ശരിക്ക് ലോക്ക് ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇനി ഇതിൻ്റെ നെക്സ്റ്റ് എൻഡ് എടുത്തിട്ട് മുകളിൽ കറക്റ്റ് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം റൈറ്റും ലെഫ്റ്റും ഒരേ മാനറിൽ ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്നാണ് ഇങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പ്രിൻ്റ് എടുക്കുന്നതിനനുസരിച്ച് മുകളിലോട്ട് കയറി പോകുന്നു, വേസ്റ്റ് ഇവിടെ വരുന്നു, ബാലൻസ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ സ്റ്റിക്കർ എങ്ങനെ ലോഡ് ചെയ്ത് നോക്കാം, സിമ്പിളാണ്. സ്റ്റിക്കറിൻ്റെ സ്റ്റിക്കാണ് വരുന്നത്, ലോക്ക് ചെയ്യുന്നു. ഇത് കറക്റ്റ് സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഇറക്കി വെക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ സ്റ്റിക്കർ ഈ ഒരു ഗ്യാപ്പിലൂടെ തന്നെ വരണം. സ്റ്റിക്കറിൻ്റെ സൈസിനനുസരിച്ച് ഈ ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. ഇനി ഇവിടെ ലോക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്കർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിവില്ലാതെ കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നന്നായി പ്രസ് ചെയ്യും. പ്രസ് ചെയ്ത് ലോക്കായി ഒന്ന് ഉറപ്പ് വരുത്തണം. ക്ലോസ് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലാണ് നമ്മൾ ചെയ്യുന്നത്.